എന്താ വചന പ്രസംഗത്തിന്റെ പ്രത്യേകത? ഒന്ന് വായിച്ചേ, ഹീബ്രു ചാപ്റ്റർ 4 വേഴ്സ് 12 ഒന്ന് വായിച്ചു. രൂപാന്തരവും ചൈതന്യവും വരുത്തുവാൻ കഴിയുന്ന ഒരേ ഒരു കാര്യം വചനത്തിന്റെ പ്രൊക്ലമേഷനാണ്. ആമേൻ. അപ്പോൾ ഈ വചനം പ്രസംഗിക്കുമ്പോൾ എന്ത് നടക്കും? What happened when a pastor, when a preacher proclaims the word of God? അവന്റെ ജീവിതം എന്ത് നടക്കും? രൂപാന്തരം വരുത്തും. രൂപാന്തരവും ചൈതന്യവും ഉളവാകും. ഹല്ലേലൂയ. അതുകൊണ്ടാ പറഞ്ഞേ preach the word. എന്തിനാ വചനം പ്രസംഗിക്കുന്നേ? വചനം പ്രസംഗിക്കുന്നത് ചൈതന്യം ഉണ്ടാകുവാൻ, ഹൃദയത്തിനകത്ത് ചൈതന്യം ഉണ്ടാകുവാൻ, ഹൃദയത്തിനകത്ത് രൂപാന്തരം ഉണ്ടാകുവാൻ. ഹല്ലേലൂയ. ഇന്ന് പകലിൽ മറ്റൊരു വ്യക്തിക്കും ഒരു വ്യക്തിയെ രൂപാന്തരപ്പെടുത്തുവാൻ കഴിയില്ല. Because this word has the power of God. Hallelujah. As we read, ദൈവത്തിന്റെ വചനം ജീവനും ചൈതന്യമുള്ളതായി, ഇരുവായ്ത്തലമുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയേറിയതും പ്രാണനെയും ആത്മാവിനെയും സന്ധിമജ്ജകളെയും വേർതിരിക്കുന്നവരെ തുളച്ചിലെന്ന വചനമാണ്. ഞാൻ നിങ്ങളോട് സംസാരിച്ച വചന നിമിത്തം നിങ്ങളിപ്പോൾ ശുദ്ധിയുള്ളവരാകുന്നു. അപ്പോൾ ഈ വചനത്തിന്റെ മറ്റൊരു പ്രത്യേകത, ഈ വചനത്തിന്റെ പ്രഘോഷണം അവൻ ഒരു വ്യക്തിയെ ശുദ്ധിയുള്ളവനാക്കുന്നു. ഹല്ലേലൂയ. മനസ്സിലായോ? ഈ വചനം പ്രഘോഷിപ്പിക്കപ്പെടുന്നത്, ഈ വചനം പ്രസംഗിക്കുന്നതിനാ നിന്റെ ആത്മാവിനെ, നിന്റെ ശരീരത്തെ ശുദ്ധിയുള്ളതാക്കി തീർക്കുവാനാണ് ഈ വചനം ഇവിടെ പ്രഘോഷിക്കപ്പെടുന്നത്. പാറയെ തകർക്കുന്ന ചിച്ചിക ഹൃദയത്തിന്റെ കാഠിന്യം. ഹൃദയം ഇല്ലയോ? ഹല്ലേലൂയ. എന്താണ്? കഠിനമായ ഹൃദയത്തെ തകർക്കുവാൻ കഴിയുന്ന ഒരേ ഒരു കാര്യം ദൈവത്തിന്റെ വചനത്തിന് മാത്രമാണ്. ഇന്ന് പകൽക്കാലം അതുകൊണ്ടാണ് പൗലോസ് തിമോഥെയോസിന് പറയുന്നത്, അവൻ preach the word. Hallelujah. Be ready in season and out of season. Hallelujah. Because this is very responsibility. It is a very important ministry. Hallelujah. അതുകൊണ്ട് അവൾ പറയുക, വചനം പ്രസംഗിക്കുക.